സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് വീണ്ടും പൊട്ടിത്തെറിച്ച് അവശിഷ്ടങ്ങൾ യൂറോപ്പിന് മുകളിൽ കത്തിയമർന്നു. അനിയന്ത്രിതമായി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിച്ച ഫാൽക്കൺ 9 റോക്കറ്റ് അപ്പർ സ്റ്റേജാണ് ഫെബ്രുവരി 19 മാനത്ത് തീപ്പൊരി പോലെ കത്തിജ്വലിച്ചത്. കത്തിത്തീരാത്ത ചില അവശിഷ്ടങ്ങൾ UK, ജർമ്മനി, പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ ദൃശ്യമായി എന്നും ഭൂരിഭാഗവും പോളണ്ടിൽ പതിച്ചുവെന്നുമാണ് രാജ്യാന്തര മാധ്യമമായ BBC റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ നിരവധി വീഡിയോകളും ചിത്രങ്ങളും ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിൽ ഫെബ്രുവരി 1 കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്ന് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച സ്പേസ് എക്സ് എന്ന സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ കമ്പനിയുടെ ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ഭാഗമാണ് യൂറോപ്പിന് മുകളിൽ കത്തിജ്വലിച്ചത്. ഫാൽക്കൺ 9 റോക്കറ്റിന്റെ മുകൾ ഭാഗമാണ് കത്തി അമർന്നതെന്ന് പോളിഷ് സ്പേസ് ഏജൻസി അറിയിച്ചു. വിക്ഷേപണ ദൗത്യത്തിന് ശേഷം ഈ റോക്കറ്റ് അപ്പർ ഭാഗം റീ ഓർബിറ്റ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഈ ശ്രമം പരാജയപ്പെടുകയും റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ ഐറിഷ് കടലിന് മുകളിലൂടെ പോളണ്ടിനും യുക്രൈനും മീതെ മിനിറ്റുകൾ കൊണ്ട് എത്തിച്ചേരുകയായിരുന്നു. ഏകദേശം 4 ടണ്ണോളം ഭാരമാണ് ഈ ബഹിരാകാശ അവശിഷ്ടത്തിന് ഉണ്ടായിരുന്നത്. ഇതിന്റെ ബാക്കി അവശിഷ്ടങ്ങളും ഭൂമിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനെക്കുറിച്ച് പോൾസ് അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് ഇതുവരെ ലഭിച്ച വിവരം. എന്നാൽ പോൾസയോ സ്പേസ് എക്സോ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ഇതിനു മുൻപും സ്പേസ് എക്സിന്റെ റോക്കറ്റ് അവശിഷ്ടങ്ങൾ ഭൂമിയിൽ പതിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സ്പേസ് എക്സിന്റെ ഗ്രഹാന്തര യാത്രാവാഹനമായ സ്റ്റാർഷിപ്പിന്റെ 7ാം പരീക്ഷണം പൊട്ടിത്തെറിയിൽ അവസാനിപ്പിച്ചപ്പോൾ റോക്കറ്റ് അവശിഷ്ടങ്ങൾ കരീബിയൻ ദ്വീപ് സമൂഹമായ ടർക്സ് കൈക്കോസിൽ പതിച്ചതായി പരാതികൾ ഉയർന്നിരുന്നു. അന്ന് വിക്ഷേപിച്ച് 8 മിനിറ്റുകൾക്ക് ശേഷം കരീബിയൻ ദ്വീപുകൾക്ക് മുകളിൽ വെച്ച് സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ ഏറ്റവും മുകളിലെ ഷിപ്പ് ഭാഗം അഗ്നിഗോളമാവുകയായിരുന്നു.